ഇന്ന് ഒരുപാട് പേര് ഡൗട്ടാണ് ഈ നോർമൽ കാർബറേറ്റർ മാറ്റിയിട്ട് E20 കോമ്പാക്റ്റബിൾ കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2009 മോഡൽ ഹോണ്ട ഏവിയേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിനാരിയോ അറിയാം, വി ആർ ഫോഴ്സ്ഡ് ടു ഫിൽ E20 പെട്രോൾ അല്ലേ. അപ്പോൾ E20 പെട്രോളിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ വണ്ടി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മിസ്സിങ് കാണിക്കുക, അതുപോലെ തന്നെ മിസ്സിങ് കൂടി വണ്ടി ഓഫായി പോവുക. ഇപ്പോൾ ഈ കുന്ന് കയറുന്ന സമയത്തൊക്കെ വണ്ടീൻ്റെ മിസ്സിങ് കൂടിയിട്ട് വണ്ടി വൈബ്രേഷൻ അടിച്ച് അവിടെ ഓഫാവും. പിന്നെ ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അഗെയിൻ ഈ സെയിം മിസ്സിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഇഷ്യൂ ആണ് മൈലേജ് ഡ്രോപ്പ്. ഇപ്പം E20ക്ക് മുന്നേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് 40-45 കിലോമീറ്ററാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും 30-35 കിലോമീറ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E20 പെട്രോളിൽ എത്തനോൾ ഈ കാർബറേറ്ററിലെ റബ്ബർ പാർട്സായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഈ റബ്ബർ പാർട്സ് ഓവർ ദ ടൈം ഡാമേജ്ഡ് ആവും. ആ സമയത്ത് ഈ കാർബറേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ E20 കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കാണുന്നതാണ് E20 കാർബറേറ്റർ ആൻഡ് ഈ കാണുന്നതാണ് നോർമൽ കാർബറേറ്റർ. കാണാൻ ഒരു വ്യത്യാസമില്ല. ഇതിനുള്ള ഇൻറ്റർണൽ പാർട്സ് സെയിം ആണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റബ്ബർ പാർട്സ്, അതായത് ഈ ഓറിങ്സിൻ്റെയും ഗ്യാസ്കറ്റ്സിൻ്റെയും മെറ്റീരിയൽ വ്യത്യാസമാണ്. അതായത് ഈ നോർമൽ കാർബറേറ്ററിൻ്റെ അകത്ത് ഈ ഓറിങ്സും ഗ്യാസ്കറ്റ്സും വരുന്ന ഒരു നൈട്രൽ റബ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും റെസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഡാമേജ് ആവും. പക്ഷേ E20 കാർബറേറ്ററിൽ യൂസ് ചെയ്യുന്നത് എത്തനോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോജനേറ്റഡ് നൈട്രൽ റബ്ബർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എത്തനോൾ കാരണം ഉണ്ടാകുന്ന ഡാമേജസ് വളരെ മിനിമലായിരിക്കും. അതുകൊണ്ട് തന്നെ E20 കോമ്പാറ്റബിൾ കാർബറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. എന്നാലും ഈ മിസ്സിംഗ് ഒക്കെ പിന്നെയും വരാം. കാരണം ഈ E20 പെട്രോളിൻ്റെ സ്റ്റോറേജ്, അതായത് ഈ പെട്രോൾ പമ്പിലെ സ്റ്റോറേജ് പ്രോപ്പർ ഇല്ലെങ്കിൽ ഇത് കണ്ടാമിനേറ്റഡ് ആവാനും സ്ലഡ്ജ് ഫോം ചെയ്യാനും കാരണമാകും. അപ്പോൾ ഈ സ്ലഡ്ജ് ഈ പറയുന്ന കാർബറേറ്ററിൻ്റെ മെയിൻ ജെറ്റിൽ ട്രാപ്പായി കഴിഞ്ഞാൽ ഫ്യൂലിംഗ് പ്രോപ്പർ ആവില്ല. അപ്പോൾ ഈ മിസ്സിംഗ് പിന്നെയും വരും. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യം, മൈലേജ് ഒരിക്കലും കൂടാൻ പോകുന്നില്ല. മൈലേജ് കുറയാൻ കാരണം E20 പെട്രോളിൽ 20% എത്തനോളാണ്. അപ്പോൾ ഇത് കാർബറേറ്റർ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും എത്തനോളിൻ്റെ അളവ് സെയിം ആണ്. അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് E20 കാർബറേറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കൂടില്ല. ഈ വണ്ടിനകത്ത് E20 കാർബറേറ്റർ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഓൾറെഡി ഈ വണ്ടിനകത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓടുന്നവരെ ഓടട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ്. അതുവരെ ഒരു സൊല്യൂഷനായിട്ട് പെട്രോൾ അഡിറ്റീവ്സ് യൂസ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ബ്രാൻഡിൻ്റെ പെട്രോൾ അഡിറ്റീവ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് വീഡിയോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കണ്ടൻസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.